സാമൂഹ്യ മാറ്റത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണെന്ന് ഉടുമ്പൻചോല എം.എൽ.എ. എം. മണി പറഞ്ഞു. മാറിയ സമൂഹത്തിൽ മാധ്യമങ്ങളാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടിമാലിയിൽ കേരള വിഷൻ മീഡിയ നെറ്റ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേവികുളം എം.എൽ.എ. അഡ്വക്കേറ്റ് എ. രാജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാധ്യമപ്രവർത്തകൻ ടി.എം. ഹർഷൻ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. അടിമാലി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരള വിഷൻ മീഡിയ നെറ്റ് 2 പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ്. ഇക്കാലയളവിനുള്ളിൽ ജനകീയമായ നിരവധി പദ്ധതികളാണ് മീഡിയ നെറ്റ് നടപ്പിലാക്കിയത്. ഇതിന്റെ ഭാഗമായാണ് കേരള വിഷൻ മീഡിയ നെറ്റ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം സംഘടിപ്പിച്ചത്. 2023-24 അധ്യയന വർഷത്തെ മീഡിയ നെറ്റ് ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളുടെ മക്കൾക്കായാണ് പുരസ്കാര വിതരണം സംഘടിപ്പിച്ചത്. അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ കലാപ്രതിഭകളുടെ സംഗീത വിരുന്നോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് നൂതന വിദ്യാഭ്യാസം, പ്രതീക്ഷകളും സ്വപ്നങ്ങളും എന്ന വിഷയത്തിൽ എഴുത്തുകാരനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ ജോസ് കോനാട്ട് ക്ലാസ് നയിച്ചു. സമ്മേളനത്തിൽ ദേവികുളം എം.എൽ.എ. അഡ്വക്കേറ്റ് എ. രാജ അധ്യക്ഷത വഹിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പഠിക്കുന്ന പുതിയ പാഠങ്ങളെല്ലാം നമുക്ക് നോക്കുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ മാറ്റിയെടുക്കുകയാണ്. നമ്മൾക്കുള്ളിൽ നിൽക്കുന്ന നമ്മുടെ ഒരു വാല്യൂ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂട്ടുമ്പോൾ നമ്മളത് നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നല്ല ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്താൻ കഴിയും. നമ്മുടെ സക്സസ് എന്ന് പറയുമ്പോൾ നമുക്കുള്ള കഴിവുകൾ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു, ആ കഴിവിനനുസരിച്ച് നമ്മൾ എത്തിച്ചേരുമ്പോൾ മാത്രമാണ് നമ്മൾ സക്സസ് എന്ന് പറയുന്നത്. ആ സക്സസിലേക്ക് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ കുട്ടികളും എത്തിച്ചേരട്ടെ എന്ന് ആശംസകൾ നേരിട്ടുകൊണ്ട് മീഡിയ നെറ്റ് മാനേജിംഗ് ഡയറക്ടർ PSCB സ്വാഗതം ആശംസിച്ച സമ്മേളനം മുൻ മന്ത്രിയും ഉടുമ്പൻചോല MLA-യുമായ എം മണി ഉദ്ഘാടനം ചെയ്തു. മാധ്യമരംഗത്ത് വലിയ മാറ്റങ്ങളാണ് ദിനംതോറും ഉണ്ടാകുന്നതെന്ന് എം മണി പറഞ്ഞു. സാമൂഹ്യ മാറ്റത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണെന്നും മാറിയ സമൂഹത്തിൽ മാധ്യമങ്ങളാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു കാരണവശാലും സാമൂഹിക പുരോഗതിയിൽ മാധ്യമങ്ങളെ, ഇലക്ട്രോണിക് മാധ്യമങ്ങളെ, അച്ചടി മാധ്യമങ്ങളെ പ്രിയപ്പെട്ടവരെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മുന്നോട്ട് പോകാനാവില്ല. മാറി പരിണാമങ്ങൾക്ക് വന്ന് ഇന്നത്തെ ആധുനിക യുഗത്തിൽ നിൽക്കുമ്പം വലിയ പ്രാധാന്യമാണ് സമൂഹത്തിന് പ്രാധാന്യമാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ്. മാധ്യമങ്ങൾക്ക്, ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അച്ചടി മാധ്യമങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. അവരാണ് ഇന്ന് സമൂഹത്തെ നയിക്കുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് നയിക്കുന്നതെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ചൂണ്ടിക്കാണിച്ച്, അവർ കാണിക്കുന്ന തെറ്റ് ചൂണ്ടിക്കാണിച്ച് വിമർശിച്ച് അവർ കറക്റ്റ് ചെയ്യാൻ സമഗ്രമാക്കുന്ന ഒരു ജോലി ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്കും അച്ചടി മാധ്യമങ്ങൾക്കും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. തുടർന്ന് എം മണി ബിരുദത്തിൽ റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മാധ്യമപ്രവർത്തകൻ ടി.എം. ഹർഷൻ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. എൻ്റെ നാട്ടിൽ, അതായത് ഹൈറേഞ്ചിൽ ഇത്രയധികം വിദ്യാർത്ഥികൾ, ഉന്നത വിദ്യാഭ്യാസം നേടിയവർ, നേടാനിരിക്കുന്നവർ, മികച്ച വിജയം നേടിയവർ ഒത്തുചേർന്നിരിക്കുന്നു. അവർക്ക് കേരള വിഷന്റെ നേതൃത്വത്തിൽ, മീഡിയ നെറ്റിന്റെ നേതൃത്വത്തിൽ ഉപഹാരങ്ങൾ സമർപ്പിക്കുന്നു. ഇത്രയധികം വിദ്യാർത്ഥികളൊന്നും ഇങ്ങനെ ഉന്നത വിജയം നേടിയവരായി ഒത്തുചേരുന്ന ഒരു സാഹചര്യം ഞാനൊന്നും ഈ ഹൈറേഞ്ചിൽ പഠിച്ചു വരുന്ന സമയത്ത്, എന്ന് പറഞ്ഞാൽ ആ കാലം എന്ന് പറയുന്നത് അത്ര വിദൂര കാലം എന്നൊന്നും പറയണ്ട, എന്നാലും ഒരു 10-35 വർഷം മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുട്ടികൾക്ക് മെമ്മന്റോ വിതരണം കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് എന്നിവർ സമ്മാനിച്ചു.
ന്യൂസ് മലയാളം MD അബൂബക്കർ സിദ്ദീഖ്, മീഡിയാനെറ്റ് ചെയർമാൻ PN നാസർ എന്നിവർ ക്യാഷ് അവാർഡ് വിതരണം നടത്തിയ ചടങ്ങിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ സോളി ജീസസ്, അടിമാലി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CD ഷാജി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് PM ബേബി, വ്യാപാരി വ്യവസായി സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് റോജി പോൾ, KCCL ഡയറക്ടർ രഘുനാഥ്, മീഡിയാനെറ്റ് ഡയറക്ടർ സുഭാഷ് TV, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ, ജില്ലാ ട്രഷറർ ഷാജി ജോസഫ്, COA അടിമാലി മേഖലാ പ്രസിഡന്റ് ജെയ്മോൻ ജോസഫ്, COA അടിമാലി മേഖലാ സെക്രട്ടറി ഡേവിസ് D തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംസാരിച്ചു. ചടങ്ങിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾ സ്നേഹാദരം ഏറ്റുവാങ്ങി. മാധവ് കൃഷ്ണ J, സോന B സനിൽ, അലിഫ്ന അഷറഫ്, ആൻഡ്രീസ ബിനു. KCCL ഡയറക്ടർ മുഹമ്മദ് നവാസ് നന്ദി അർപ്പിച്ച ചടങ്ങിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മീഡിയാനെറ്റ് ജീവനക്കാരും ഉപഭോക്താക്കളുമടക്കം ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ജനകീയ പ്രവർത്തനങ്ങളിലെ സ്നേഹ സൗഹൃദങ്ങളിലെ 2 പതിറ്റാണ്ടുകളുടെ നിറവുമായാണ് സമ്മേളനത്തിൽ പങ്കെടുത്തവർ എല്ലാവരും സന്തോഷത്തോടെ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.